ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നീ എന്താ വൈകിയേ? നോനോ, ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ പോയത് ഇന്ന് കോളേജിൽ ഇൻട്രോസ് മാച്ച് ഉണ്ടെന്ന്. എന്നിട്ടെന്താ തോറ്റ് തൊപ്പിയിട്ടോ? തോക്കും. അതിന് വേറെ ആളെ നോക്കണം. ഒന്നില്ലെങ്കിലും ഞാൻ അച്ഛന്റെ മോളല്ലേ. ആ, അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. എടേ കാലുകാത്തിരി, അച്ഛന്റെ മുമ്പ് മര്യാദ ഇല്ലാതിരിക്കുന്നുണ്ടല്ലേ. കാലുകാത്തിരി, അമ്മ ഉണ്ടായിരുന്നേ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ഇരുന്ന് കിളുങ്ങാതെ പോയി കുളിക്കടി. പെണ്ണിന്റെ ഒരു ആങ്കാരം കണ്ടില്ലേ, ഇവിടെ പോയി കുളിക്കടി. എനിക്ക് പോലാ പറഞ്ഞത്. കല്യാണക്കുട്ടി, താനിവിടെ ഇരിക്കേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ടെന്നേ. ഓ പിന്നെ ഇവിടെ അല്പേരെ സംസാരിച്ചെന്ന് വെച്ചാൽ അടുക്കളയിൽ ആകാശം ഇടിഞ്ഞ് വീഴുകയാണെങ്കിൽ വീണോട്ടെ, താനിവിടെ ഇരിക്കേ. ഇരിക്കാൻ കണ്ടൊരു നേരം. അച്ഛാ, സോമുവിന്റെ എഴുത്തുണ്ടായിരുന്നു, ഞാൻ പറയാൻ പറ്റും. പേരെന്താ അവൻ എഴുതാനുള്ളത്? കുറച്ചുകൂടെ പണം വേണമെന്ന്. അത് തന്നെ. അവനെന്താ പണത്തിന് ഇത്ര ആവശ്യം? ഇത് നല്ല ചോദ്യം. അന്യനാട്ടിൽ ചെന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പം പണത്തിന് അത്യാവശ്യം ഉണ്ടാവില്ലേ? അല്ലാണ്ട് എന്റെ മോൻ എഴുതില്ല. കോളേജിലെ ഫീസും ഹോസ്റ്റൽ ഡ്യൂസും പുറമെ പോക്കറ്റ് മണി അയച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല, പിന്നെയും പണം ചോദിക്കുന്നു പറഞ്ഞാൽ? അല്ലെങ്കിൽ നിനക്ക് വെച്ച് കിട്ടാം. അവൻ നിന്റെ അനിയനല്ലേ. വല്ലയിടത്ത് കിടന്ന് കഷ്ടപ്പെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കണം. അമ്മയാണ് അവന് വളം വെച്ച് കൊടുക്കുന്നത്. ഞാനും ഹോസ്റ്റലിൽ താമസിച്ച് തന്നെയാ പഠിച്ചത്. നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവസാനം. സോമൂന്ന് പണം അയക്കുന്ന കാര്യമല്ലേ, അതേപ്പറ്റി പിന്നീട് ആലോചിക്കാം. തനിക്ക് അടുക്കളയിൽ എന്തോ പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? പോയി ചെയ്യേ. ഈ ഗ്ലാസ് കൂടി കൊണ്ടുപോകും. നിനക്ക് അമ്മയുടെ സ്വഭാവം നല്ലല്ലോ അറിയില്ലേ, പിന്നെ എന്തിനാ തർക്കിക്കുന്നേ? ആ കത്തിഞ്ഞെടുക്ക്. കേട്ടോമേ, നമ്മുടെ ഫോർമാൻ രാഘവേട്ടനെ ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണം. അങ്ങേരെ കയ്യിലെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങേര് മനസ്സ് വെച്ചാലേ പലപ്പോഴൊക്കെ ഓർത്തേം തടയും. മനസ്സിലായോ? സൗകര്യം പോലെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചോ. ബാലേട്ടാ. എന്താടി കാന്താരി? ബാലേട്ടന് ആദ്യമായി ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്താ വാങ്ങിത്തരാ? അതെ, പറയത്തില്ല. പറ ബാലേട്ടാ. അത് പറയത്തില്ല. പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് പോവും. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും പോരെ? എനിക്ക് ഇഷ്ടപ്പെട്ടതോ? അതെങ്ങനെ ബാലേട്ടനറിയാം? നിന്റെ ഇഷ്ടം ഈ ബാലേട്ടൻ അറിയാവുന്ന പോലെ വേറെ ആരറിയാന്? തൽക്കാലം തോക്കിനകത്ത് കയറി വെടിവെക്കാതെ ചോറ് കാര്യത്തിന് വേണേ. ഈ ബാലേട്ടൻ കൂട്ടാനെടുക്കുമാണേ. പാതിരായി, ഒന്നും ഉറങ്ങാൻ നോക്കുന്നേ. വെളുപ്പിനെ തൊട്ട് ഇതുവരെ 5 മിനിറ്റ് ഇരുന്നിട്ടില്ല. വയ്യ, ഒന്നും ഉറങ്ങണം. നിങ്ങൾ ആ വായന ഒന്ന് നിർത്തിട്ട് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. പകല് മുഴുവൻ റെസ്റ്റില്ലാതെ പണിയെടുക്കാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞോ? അല്ലാണ്ട് പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ ആരാ നോക്കുക? അതിനവിടെ ദേവുമില്ലേ? ഓ, ദേവു. അവള് ചെയ്ത ഒരു വസ്തു ചൊവ്വാവില്ല. എനിക്ക് തൃപ്തിയാവണമെങ്കിൽ എന്റെ കൈകൊണ്ട് തന്നെ ചെയ്യണം. എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. നിങ്ങൾ ആ പുസ്തകം ഒന്ന് മാറ്റി വെച്ചിട്ടേ ഈ ബാം ഒന്ന് പുരട്ടി തന്നെ. ബാം പുരട്ടണമെങ്കിൽ നേരത്തെ ഷീലയോട് പറയാൻ പാടില്ലായിരുന്നു. ഓ, അവള് പുരട്ടിയാ ശരിയാവില്ല. നിങ്ങളുടെ കൈകൊണ്ട് പുരട്ടിയാലേ എന്റെ തലവേദന മാറും. വയസ്സുകാലത്ത് താൻ അല്പം റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിവരമില്ലാത്തോണ്ട് തോന്നുന്നതാവും. ഇങ്ങനെയുള്ള വിധികൾ എഴുതിയാൽ ആളുകളുടെ ശത്രുത ഉണ്ടായാൽ എപ്പോഴെങ്കിലും അവർ പകരം വീട്ടുന്ന പേടി തോന്നുന്നില്ലേ? ഓ, നിങ്ങൾക്ക് ശരി. എനിക്ക് ആലോചിക്കുമ്പോഴേ അപ്പടി പേടിയാ. പേടിക്കാൻ തുടങ്ങിയാല് അതിനേ സമയമുണ്ടാവും. നീതിക്കും മനസാക്ഷിക്കും ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യുമെന്ന് തനിക്കറിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എനിക്കറിഞ്ഞൂടാ. ശരി മാത്രം ചെയ്താലും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. ക്രിസ്തുവിനും ഗാന്ധിക്കും ഉണ്ടായത് അങ്ങനെയല്ലേ?